ഗണപതിയേ ഇന്ന് ഗണേശോത്സവല്ലേ, വിഗ്രഹം കുളത്തുകൊണ്ടേ നിൽക്കും. അതാണ് ആചാരം. എവിടാ നിന്റെ കൂട്ടുകാരൻ? അവര് വന്നാലേ ജീവനോടെ നീ ഇവിടെ നിന്ന് പോവുള്ളൂ. അവരിവിടെ വരും, പക്ഷെ എന്റെ കോൾ ചെല്ലണം. അതാണ് സിഗ്നൽ. സൂയിസൈഡ് ബോംബ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള സെൽ നമ്പർ എത്രയാണ്? വേഗം പറഞ്ഞോ. എവിടെ നിന്റെ ഫോൺ? അവരെ നമ്പർ പറ. ഞാൻ പറയാം സാർ. അൻവർ, നോട്ട് ദ നമ്പർ. എന്നിട്ട് കറസ്പോണ്ടിങ് നെറ്റ്വർക്ക് ഓപ്പറേറ്റർ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ ഏർപ്പാട് ചെയ്യണം. യെസ് സർ. റിമെമ്പർ അൻവർ സർ, ഇവൻ പറയുന്ന നമ്പർ ഒരു കാരണവശാലും ഡയൽ ചെയ്യരുത്. നെറ്റ്വർക്ക് പ്രൊവൈഡറോട് അത് പ്രത്യേകം പറയണം സർ. അതിലേക്ക് കോൾ ചെന്നാൽ അവൻ പൊട്ടിച്ചെതറും. അവരെ നമ്പർ പറ. 98. Come on. Come on. 9. Come on, come on. 8. Come on, fast. 47. 4. 7. Next number. 25. 25. 3. Last numbers. Come on, speak up. Speak up. സാർ എന്ത് കരുതി? പേടിച്ച് ഞാൻ എന്റെ കൂട്ടത്തിലുള്ളവർ ഒറ്റ കൊടുക്കുന്നു. ഈ അവസാന നിമിഷത്തിലെ ഒന്നും ചെയ്യാൻ പറ്റാതെ പേടിച്ച് എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം. നീയൊക്കെ ആ പേടി കാണാൻ വേണ്ടിട്ടാടാ ഇത്ര ഇൻഫോർമേഷൻ ഞാൻ നിനക്കൊക്കെ തന്നത്. Last numbers 1, 3, 7, 4,
ജനത്തിരക്കുള്ള സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി ചാവേറുകൾ ഓടിക്കയറുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ജൂഹു മാർക്കറ്റിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. അവന്റെ ഒരു മനുഷ്യ ബോംബ്. നീ എന്ത് വിചാരിച്ചടാ? നീ അറിഞ്ഞോണ്ട് എന്റെ മുമ്പിൽ ചാടിയപ്പോ ഞാൻ നിന്റെ വല വീണ. അതേടോ, ഇവന്മാർക്കൊപ്പം നിന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിനക്ക് പിടിതന്നത്. ഈ ഭൂമിയിൽ നിന്നെ ജീവനോട് വെച്ചിട്ട് പോയാൽ പടച്ചോനെ ജിഹാദ് എടുക്കില്ലടാ. എന്നിട്ട് ഇപ്പൊ പടച്ചോൻ നിന്റെ കൂടെ നിന്ന. നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നിന്നേക്കാൾ സ്നേഹം നിന്റെ ചുറ്റും നിൽക്കുന്ന ഈ മനുഷ്യരോടാ. ഈ സത്യമൊക്കെ നീയൊക്കെ എന്നാടാ മനസ്സിലാക്കണത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഓക്കെ, സംശയകരമായ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടനെ തന്നെ ഓഫീസിൽ അറിയിക്കണം. സർ, നമ്മൾ പേടിക്കുന്നതിൽ ഒന്നുമില്ല. ഈ സമയം വരെയും സിറ്റിയിൽ ഒരിടത്തും ബ്ലാസ്റ്റ് നടന്നിട്ടില്ല. താങ്ക് ഗോഡ്. സർ, എനിക്ക് തോന്നുന്നു ഈ റാസ്കൽ നമ്മൾ മുഴുവൻ ഫൂളാക്കിയതാണെന്ന്. മുരിങ്ങൂര് 10 ദിവസം ധ്യാനം കൂടിയാ ഞാൻ എന്റെ വലി നിർത്തിയത്. ആ എന്നെയാണ് നീ വലിപ്പിച്ചത്. ആനന്ദേ, സർ, ഈ മോനെ വേറൊന്നും ചെയ്യണ്ട, അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്ക്. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് സാറേ. ഇനി മേലാൽ നീ ഇതുപോലെ സത്യം പറയരുത്. സർ, കൺട്രോൾ റൂമിൽ നിന്നൊരു മെസ്സേജ് ഉണ്ട്. എന്താ മെസ്സേജ്? കുറച്ചു മുമ്പ് ഒരുത്തം വിളിച്ച് ബസ് സ്റ്റാൻഡിനടുത്തുള്ള ബേസ് ഗാരേജിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ തന്നായിരുന്നു. ആരാ വിളിച്ചത്? പേര് പറഞ്ഞില്ല, അനോണിമസ് കോൾ ആയിരുന്നു. എന്നിട്ട് അവിടേക്ക് ഫോഴ്സ് മൂവ് ചെയ്തോ? മനുഷ്യരില്ലാത്ത ബേസ് ഗാരേജിൽ എന്തിനാണ് സർ ബോംബ് വെക്കുന്നത്? റോങ് ഇൻഫർമേഷൻ ആയിരിക്കും. ആ നമ്പർ ബേസ് ഗാരേജ് റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും. ഇതവനാണ് ഈ ഗെയിമിൽ നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി സ്കോർ ചെയ്യുന്നവൻ. ഈ കേസിലെ മിസ്റ്ററി ഫാക്ടർ. ഐ വാണ്ട് ഹിം. പബ്ലിക്കിനെ ഇങ്ങോട്ട് കടത്തിവിടാൻ നോക്കണം. സർ, സർ, Get him. സർ, ഈ ആൾക്കൂട്ടത്തിൽ അവനുണ്ട്. Come on.
ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിലപ്പെട്ട ടെററിസ്റ്റ് ഹണ്ടിംഗ് ആണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. വളരെ ബുദ്ധിപരമായ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ചിലൂടെയാണ് നമ്മൾ ഈ ടെററിസ്റ്റുകളെ പിടികൂടിയത്. മൂന്നാമത്തെ തീവ്രവാദിയെ കുറിച്ച് ഇതുവരെ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. കൊച്ചിയിലെ മിഷൻ കഴിഞ്ഞ് വൈപ്പിൻ ഹാർബറിലുള്ള ജയ്ഹിന്ദ് എന്ന ട്രോളറിൽ എസ്കേപ്പ് ചെയ്യാനായിരുന്നു ടെററിസ്റ്റുകൾ പദ്ധതി. സെയ്ദിനെ വൈപ്പിൻ ഹാർബറിൽ നിന്നും പോലീസ് ടീം ക്യാച്ച് ചെയ്യുകയായിരുന്നു. തീവ്രവാദികളിൽ മുനീർ എന്ന വാണ്ടഡ് ക്രിമിനൽ സൂയിസൈഡ് ബോംബറായിരുന്നു. വളരെ ടാക്ടിക്കലായിട്ടാണ് ഇന്റലിജൻസ് മുനീറിന്റെ പ്ലാൻ പൊളിച്ചതും അവനെ പിടികൂടിയതും. ആന്റണി ഐസക് സാറിന്റെ നേതൃത്വത്തിലുള്ള ടീമിനാണ് ഈ ഓപ്പറേഷന്റെ മുഴുവൻ കഴിച്ചു. പപ്പയല്ലേ ശരിക്കും ടെററിസ്റ്റുകളെ പിടിച്ചത്? അപ്പോ പപ്പയല്ലേ ശരിക്കും ഹീറോ? പിന്നെന്താ ആനന്ദങ്ങളാ ടി വി കാണിക്കുന്നത്? പപ്പയല്ല ടെററിസ്റ്റുകളെ പിടിച്ചത്. ആ ടെററിസ്റ്റുകളെ പിടിച്ചതേ വേറൊരു അങ്കിളാ. ആ അങ്കിളാണ് ശരിക്കും ഹീറോ. എന്നിട്ടെന്താ ആംഗ്ലൂ ടി വി വരാത്തത്? ആ അങ്കിളിന് ചിലപ്പോ ഇതുപോലത്തെ പോപ്പുലാരിറ്റി ഒന്നും ഇഷ്ടമായിരിക്കില്ല. എന്നിട്ട് ഹീറോ അങ്കിൾ ഇപ്പൊ എവിടെയാ? ജനസമ്പർക്ക പരിപാടിക്കിടയിലുണ്ടായ കല്ലേറിൽ തലയ്ക്ക് പരിക്കേറ്റ മുഖ്യമന്ത്രിയെ അല്പസമയത്തിനകം ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കേരള ജനതയെ ഞെട്ടിച്ച ഈ സംഭവം നടന്നിട്ട് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടുവാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. യവന്മാര് പറയണേട്ടതൊന്നും കല്ലെറിഞ്ഞാൽ നമ്മള് പാകരിട്ട് നടക്കുകയാണ്. എന്തൊക്കെയായാലും ഈ കേസിൽ ഡിപ്പാർട്ട്മെന്റിന് ശുഷ്കാന്തി കുറവുണ്ട് സാർ. അധികം ശുഷ്കാന്തിക്കണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ. അന്വേഷിച്ച് പിടിച്ച് ചെല്ലുമ്പോ എറിഞ്ഞത് കൂടെയുള്ളവർ തന്നെയാണെങ്കിലേ നാറുകളുടെ എല്ലാരും അതുള്ളതാ. എന്നാലും ആരായിരിക്കും സാറെ കല്ലെറിഞ്ഞേക്കണത്? ആരാണെങ്കിലും അവന് എന്റെ കൈ കിട്ടിയാണ്ടല്ല. അമ്മച്ചിയാണ് ഞാൻ ഒരു സല്യൂട്ട് വെച്ചു കൊടുക്കും. പിന്നല്ലാതെ യോ മാർക്കറ്റൊക്കെ ഒരു എയർ വെച്ചു കൊടുക്കണമെന്ന് മനസ്സിൽ വിചാരിക്കാത്ത ഏതെങ്കിലും പോലീസുകാരുണ്ടോ ഇവിടെ? നീ എന്താ ഇവിടെ? പ്രസവത്തിന് വന്നാ സാറേ. ആര്? നീയാ? നീയല്ലടാ സി എമ്മിനെ കല്ലെറിഞ്ഞത്? സത്യം പറയടാ, നീയല്ലേ സി എമ്മിനെ കല്ലെറിഞ്ഞെന്ന്? സാറേ സിഎം സാർ ഒന്നുകൂടി വരട്ടിയിരുന്നെങ്കിൽ ആ കല്ലെറിഞ്ഞത് അവനാണെന്ന് അവൻ തന്നെ സമ്മതിച്ചേനെ. വരുന്നുണ്ടല്ലോ പടങ്ങള്. കുറച്ച് ദിവസത്തേക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു. പ്ലീസ് പ്ലീസ് എല്ലാവരും അവിടെ നിൽക്കണം. കല്ലെറിഞ്ഞത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണെന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് സി എമ്മിന് പറയാനുള്ളത്? പ്ലീസ് സി എമ്മിന് അധികം സ്ട്രെയിൻ പാടില്ല, സംസാരിക്കാൻ പാടില്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നീങ്ങി എന്താ പേര്? ദുർഗാ പ്രസാദ്. ഓ